നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 948 ഡേ. ടുഡേ ഫസ്റ്റ് സ്കന്ധം 11th chapter 31st ശ്ലോക. ഫോർ ഡീറ്റെയിൽസ് പ്ലീസ് സീ ദ അതർ വേർഷൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പ്രതാസുതം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം ഒരു ദിവസം ഒരു ശ്ലോകം. 948 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 11ാമത്തെ അധ്യായത്തിലെ 31ാമത്തെ ശ്ലോകം. പത്ന്യപതിം പ്രോഷ്യ ഗൃഹാനുപാഗതം വിലോക്യ സംജാതമനോമഹോത്സവ ഉത്തസ്തുരാരാ സഹസാസനാശയാത് സാഗം ഹൃദയർവീഡിതലോചനാനന. ഓം തത്സത്. ഭഗവാന്റെ പത്നിമാർ ദൂരത്തിൽ തന്നെ ഭഗവാൻ വരുന്നത് കണ്ടപ്പോൾ അവരൊക്കെ ഇരുന്ന സ്ഥലത്തു നിന്നും എഴുന്നേറ്റ് മനസ്സിൽ അത്യധികമായ സന്തോഷ മഹോത്സവത്തോടുകൂടി തങ്ങളുടെ വ്രതത്തോടുകൂടി ലജ്ജയോടുകൂടി പെട്ടെന്ന് എഴുന്നേറ്റ് നിന്ന് ആ ഭഗവാനെ സ്വീകരിക്കുവാനായിക്കൊണ്ട് ലജ്ജയോടുകൂടി കാത്തുനിന്നു. മുഖത്തോട്ട് നോക്കാതെ താഴോട്ട് ലജ്ജയും സന്തോഷവും മഹോത്സവവും എല്ലാം ഉൾക്കൊള്ളുന്ന വ്രതങ്ങളോടുകൂടിയ ആ ഭാര്യമാരൊക്കെ ഭഗവാനെ സ്വീകരിക്കുവാൻ വേണ്ടി പെട്ടെന്ന് അവനവൻ ഇരുന്ന ആസനങ്ങളിൽ നിന്നും അവനവൻ്റെ അന്ധകരണങ്ങളിൽ നിന്നും പുറത്തു വന്ന് കാത്തുനിന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഭഗവാനോടുള്ള അവരുടെ അത്ര അധികമായ ആ ഭക്തിയും സ്നേഹവും ആരാധനയും ഒക്കെയാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. സംജാത മനോമഹോത്സവ ഉത്തസ്തുരാര സഹസാസനാശയാത് എന്നൊക്കെയുള്ള വാക്കുകൾ കൊണ്ട് ഹൃദയ വ്രീഡിത ലോചനാനന എന്നൊക്കെ കൊണ്ട് പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. പത്ന്യപതിം പ്രോഷ്യ ഗൃഹാനുപാഗതം വിലോക്യ സംജാത മനോമഹോത്സവാ ഉത്തസ്തുരാരാ സഹസാസനാശയാത് സാഗം ഹൃദയർവീഡിതലോചനാനന. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.